വടക്കാഞ്ചേരിയിൽ ഭരണമുറപ്പാക്കാൻ LDF പോരാട്ടം. നാടെങ്ങും തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടച്ചൂട് കനക്കുകയാണ്. പ്രചരണ പരിപാടികളുമായി വിവിധ മുന്നണികളും അതിലേറെ തിരക്കിലാണ്. വോട്ടർമാരെ നേരിൽ കണ്ട് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. വടക്കാഞ്ചേരി നഗരസഭാ രൂപീകരണത്തിനു പുറകെ തുടർച്ചയായി നഗരസഭാ ഭരണം കൈയാളുന്ന LDFന് വിജയമല്ലാതെ മറ്റൊന്നും കൺമുന്നിലില്ല. മുൻ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പരിചയസമ്പന്നരായ സ്ഥാനാർത്ഥികളും പുതുമുഖങ്ങളുമെല്ലാം സ്ഥാനാർത്ഥി നിരയിലുണ്ട്. വികസന നേട്ടങ്ങളും LDF ഭരണകാലയളവിൽ തുടർച്ചയായി മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചത് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി പ്രചരണം തുടരുകയാണ് മുന്നണി. നാടെങ്ങും സ്ഥാനാർത്ഥികളുടെ ഫ്ലക്സുകളും കൊടിതോരണങ്ങളുമെല്ലാം നിറഞ്ഞുകഴിഞ്ഞു. സേവ്യർ ചിറ്റിലപ്പിള്ളി MLA ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും LDF സ്ഥാനാർത്ഥികൾക്കായി പ്രചരണ രംഗത്തുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിൽ വൻ വിജയം കരസ്ഥമാക്കി വീണ്ടും LDF ഭരണസമിതി അധികാരത്തിലെത്തുമെന്നാണ് LDF നേതൃത്വത്തിന്റെ പ്രതീക്ഷ. സ്ഥാനാർത്ഥികൾ 3 റൗണ്ടും എല്ലാ വീടുകളിലും കയറി വോട്ടർമാരെ നേരിട്ട് വോട്ട് ചോദിച്ചിട്ടുണ്ട്. 100% വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്തുള്ള സ്ഥാനാർത്ഥികൾ, LDFന്റെ സ്ഥാനാർത്ഥികൾ ജനകീയമായി നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. നഗരസഭ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നഗരസഭയാണ്. നഗരസഭ രൂപീകരിച്ചതിന് ശേഷം തുടർച്ചയായി ഭരണത്തിൻ്റെ മികവ് ആയതിൻ്റെ ഫലമായിക്കൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ ഈ നഗരസഭയ്ക്കകത്ത് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾ വലിയ രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. നാടിൻ്റെ വികസനത്തിനൊപ്പം നിലകൊള്ളുന്ന ഒരു സ്ഥിതിയാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ ഏറ്റെടുത്തേക്കുന്നത്. എല്ലാ സീറ്റിലും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. 3ാമതും LDF ഹാട്രിക് വിജയം നേടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് ഇപ്പോൾ നടന്നു വരുന്നത്. വികസനത്തിൻ്റെ ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, 100% ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരു ജനകീയ LDF ആയിട്ട് മാറുന്ന സാഹചര്യം വടക്കാഞ്ചേരി നഗരസഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്. തുടർച്ചയായ ഒരു ഭരണത്തിന് സാധ്യതയും നിലനിൽക്കുന്ന രീതിയുണ്ട്. നേടും, ഒരു തർക്കവുമില്ല.